ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. ജ്യോതിശാസ്ത്രപ്രവക്താരം സർവാഭീഷ്ടവരപ്രദം നിത്യം വേദാംഗഷഡ്വക്രം കാർത്തികേയമുപാസ്മഹേ. പാച്ചേനി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര പുനഃപ്രതിഷ്ഠ നവീകരണ മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഭക്തിനിർഭരമായ സമാഗമവേളയിൽ സന്നിഹിതരായ എല്ലാ പുണ്യാത്മാക്കൾക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഇവിടുത്തെ ക്ഷേത്ര നവീകരണ കലശാഭിമോദി പൂർണ്ണതയാവുന്നതല്ല അടുത്ത അനുഷ്ഠാനങ്ങൾ എന്നുള്ളത് ഈ സമയത്ത് ഞാൻ പ്രതിപാദിക്കുകയാണ്. ഒരു ക്ഷേത്ര സമ്പ്രദായം ചെയ്തു വരുമ്പോൾ ഒരു പ്രതിഷ്ഠാവിധി പാശ്ചാത്യ ദേശത്ത് ഷൺമുഖൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനെ നമ്മൾ പ്രതിഷ്ഠിച്ചു. ഷഡ്വീക്ഷണഗതിയാൽ എല്ലാ ലോകതത്വങ്ങളും നമുക്ക് ഉദ്ഘോഷിച്ച ആ മഹൽ സാന്നിധ്യം ഷഡ്ദർശനങ്ങളും ഷഡ്വീക്ഷണങ്ങളും ഷഡാധാരങ്ങളും പ്രതിപാദ്യമായിട്ടുള്ള ആ മഹൽ സത്യത്തെയാണ് ഉദ്ഘോഷിക്കുന്നത്. അപ്പോൾ ആചാര്യൻ ഇത് പ്രതിഷ്ഠിക്കുന്ന അവസരത്തിൽ 3 ഘട്ടങ്ങളിലായിട്ട് ചില കാര്യങ്ങൾ ദേവന്റെ ചെവിയിൽ മന്ത്രമായി ഉപദേശിക്കും അല്ലെങ്കിൽ അപേക്ഷിക്കും. അത് ഒന്നാമത്തേത് പറയുന്നത് ലോകാനുഗ്രഹേത്വത്വം സ്ഥിരീഭവ സുഖായന സാന്നിധ്യം ച തഥാ ദേവ പ്രത്യഹം പരിവർദ്ധേ മാഭൂൻ പ്രജോവിരാധാത്ര യജമാന സമൃദ്ധത. പിന്നീടെന്ന് പറയുന്നത് സഭൂപാലം തഥാരഷ്ടം സർവോപദ്രവവർജിതം ക്ഷേമേണ വൃദ്ധിമത്തിനാം സുഖമക്ഷയമസ്മിതാം പൂജാം ഗൃഹാണ സതതം മാമുദ്ധര സമസ്തുതേ. ഓരോ വാക്യങ്ങളിലും ഓരോ മഹത്തായിട്ടുള്ള അർത്ഥം ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ആചാര്യ പ്രതിഷ്ഠ പ്രകർഷേണ തിഷ്ഠരീതി പ്രതിഷ്ഠ നല്ലവണ്ണം നിർത്തുന്നത്, അല്ലെ നമ്മളെ എല്ലാ നിലനിൽപ്പിനെയും പ്രപഞ്ചതത്വത്തിനെയും സമൂലമായി നിലനിർത്തുന്ന ഒരു ആത്യന്തിക ശക്തിയായിട്ട് ആഗമശാസ്ത്രത്തിൽ പ്രതിഷ്ഠാവിധിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ആചാരം പ്രതിഷ്ഠിക്കുന്ന അവസരത്തിൽ എന്ത് പറയുന്നു? ലോകാനുഗ്രഹത്വം സ്ത്രീ സുഖായന ലോകസ്തു ഭവനം ജനം. ഈ പ്രദേശത്തുള്ള സർവചരാചരങ്ങളിലും ഈശ്വരീയ തത്വം നിലനിർത്തണം. സ്ഥിരീഭവ സുഖായന നമ്മുടെ ജീവിതായനത്തിന് മുഴുവൻ ഈ ദേവന്റെ എല്ലാ അനുഗ്രഹവും നമ്മളിലേക്ക് ഉണ്ടാവണം. സാന്നിധ്യം ചതാദേവ പ്രത്യഹം പരിവർദ്ധേ. സാന്നിധ്യം എന്ന് പറഞ്ഞാൽ മന്ത്രതന്ത്രാദി വിഷയത്തിലും പൂജന വിഷയത്തിലും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ സാന്നിധ്യ പോഷണങ്ങൾ ഉദയസൂര്യൻ മധ്യാഹ്ന സൂര്യനിലേക്ക് പ്രവേശിക്കുന്നത് പോലെ അനുദിനം പ്രഭാവത്തിൽ നൽകി ഈ പ്രപഞ്ചതത്വത്തിന് മുഴുവൻ അനുദിനം ഉദ്ഘോഷിക്കുന്ന രീതിയിലാവണം. പിന്നീട് എന്താ പറയുന്നത്? മാഭൂൽ പ്രജോവിരോധാത്ര. ഈ പ്രജോകൾക്ക് യാതൊരു രീതിയിലെ വിരോധത്വവും പരസ്പര മനോമാത്സര്യാവസ്ഥയും ഒന്നും തന്നെ ഉണ്ടാവരുത്. എത്രയോ വലിയ കാര്യങ്ങളാണ്. മാഭൂൽ പ്രജോവിരോധാത്ര യജമാന സമൃദ്ധത. ഇതിൻ്റെ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്നവർക്കും അതിൻ്റെ സമ്പ്രദായഗതി തുടങ്ങുന്നവർക്കും സമൃദ്ധ്യത, നല്ല സമൃദ്ധിയെ പോഷണം ചെയ്യണം. പിന്നീട് എന്താ പറയുന്നത്? ക്ഷേമേണ വൃദ്ധിമതലാം സുഖമക്ഷയമശ്മതാം. ക്ഷേമം, സർവ കാര്യങ്ങളിലും ക്ഷേമം, ഐശ്വര്യം, ആരോഗ്യം, ദേശാരിഷ്ടവൃത്തി എല്ലാം പ്രദാനം ചെയ്യണമെന്നുള്ള ഒരു മഹത്തായുള്ള കാര്യം ദേവനോട് അപേക്ഷിക്കും. പൂജാം ഗൃഹാണ സതതം മാമുദ്ധര സമന്നത്ത് നമോസ്തുതേ. നമ്മൾ നിത്യം പൂജനം ചെയ്ത് നമ്മളെ മനസ്സിനെ ഉദ്ധാരണം ചെയ്യുന്ന രീതിയിൽ ഒരു പഞ്ചതത്വകലയായിട്ട് പഞ്ചതത്വകലയിൽ നിന്ന് 6ാം തത്വത്തിലേക്ക് ഷഡ്വീക്ഷണത്തിലേക്ക് പോകുന്നൊരു തത്വം. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട നമ്മൾ സഹപാഠി നമ്മളെ ആത്മസുഹൃത്തും തന്നെ പറയാം. നമ്മൾ സേലത്തും പലതിക്കലും ഇനി ഇതിൻ്റെ കാര്യത്തിൽ നമ്മളൊരു രാശിയൊക്കെ വെറുതെ ചിന്തിച്ചപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ട നമ്മളെ ബാബോട്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് അവരെ കുടുംബങ്ങളും അതുപോലെ ഇല്ലത്തുള്ളവരും എല്ലാം ആ രംഗത്തേക്ക് വന്ന് അതോടുകൂടി ഈ ദേശം മുഴുവൻ നല്ലൊരു വീക്ഷണമാണ് നമുക്ക് ഇഷ്ടമായത്. അപ്പോൾ മാമുദ്ധര നമുക്ക് എല്ലാവരും ഒരു ഏകോപന ബുദ്ധിയാലെ ചെയ്യുന്ന ഒരു പഞ്ചതത്വം. അതിന് നമ്മൾ എനിക്ക് തോന്നുന്നത് മനസ്സിൽ തോന്നുന്നൊരു കാര്യം, ഈ പഞ്ചതത്വ പഞ്ച പാണ്ഡവരെന്ന് പറയും അല്ലേ?
പഞ്ചപാണ്ഡവരും നമ്മൾ കേൾക്കുന്നത് ഒരു കാട്ടിലെ തന്നെ 5 ആൾക്കാരെയല്ല ശരിക്കും അതിന്റെ തത്വത്തെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ തത്വം നമ്മൾ കുട്ടികളൊക്കെ എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാം പാണ്ഡവ തത്വത്തിലേക്ക് നയിക്കുന്നത്. അതിനകത്ത് 6ാമത്തെ സത്യമായിട്ടുള്ള കൃഷ്ണൻ അല്ലെങ്കിൽ ആത്മശക്തി, അതിലേക്ക് ദ്യോതമാകുമ്പോൾ അത് ഷഡ്കലയിലേക്ക് അതിന്റെ വീക്ഷണഗതിയിലേക്ക് വ്യാപിക്കും. ഒന്നാമത്തേത് ധർമ്മപുത്ര അല്ലെ, നമ്മൾ ആദ്യം കാണുന്നത് ഇവർക്ക് ആർക്കും നമ്മൾ പ്രത്യക്ഷത്തിൽ അച്ഛൻ തൽക്കാലം ഇല്ല, ഓരോ അവസരത്തിൽ അവർ ഒന്നും തോന്നുന്നു മാത്രമല്ലാണ്ട്. ഒന്നാമത്തെ ഇതിൽ കുട്ടികളടക്കം കേൾക്കേണ്ട ഒരു വിഷയം, ഒന്നാമത്തെ നമ്മളതായ ധർമ്മം ഭംഗിയായിട്ട് അനുഷ്ഠിക്കുക. ചെറുതിലെ അനുഷ്ഠാനത്തിൽ ഏറ്റവും പ്രധാനം വിദ്യ അല്ലെ, ആയോധന കല അല്ലെ മറ്റുള്ള കലകളെല്ലാം ഭംഗിയായി ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ തത്വകലയിൽ പറയുന്നത്. എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. രണ്ടാമത്തേത് ഭീമത്വം. ഭീമത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ ശക്തി എനർജറ്റിക് ആവുക, നമ്മൾ ആർജവ ബുദ്ധി, അതായത് ഏറ്റവും ശക്തിമത്താവുക. നമ്മൾ പഠിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം എന്ത് ചെയ്യുന്നത്, നമ്മൾ അച്ഛൻ്റെ അമ്മേൻ്റെ സംരക്ഷണത്തിൽ കുടുംബകർത്താക്കളുടെ പരിപാലനയിൽ ഭംഗിയായിട്ട് ശക്തിമത്താവുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്നത്തെ കുട്ടികൾ പറഞ്ഞാൽ 6 pack ആവുന്നു, അല്ലെങ്കിൽ എനർജറ്റിക് ആവുന്നു. മൂന്നാമത്തേത് പോയിന്റ് ഓഫ് ദി വ്യൂ, ലക്ഷ്യത്തിലേക്ക് പോകുക. അർജുനൻ ആർജവത്വം, അല്ലെങ്കിൽ നമ്മളൊരു വ്യൂവിലേക്ക് പോവുക. ആ വ്യൂവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതാണ് നമ്മൾക്ക് അമ്പുവിദ്യമായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത്. നമ്മൾ ഈ അല്ലെ പാച്ചേനയിലെ നമ്മളൊരു നാട്ടിൽ നിന്ന് പല വിദ്യകളും സഹായത്തായിട്ടുണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് എത്തി. 4ാമത്തെ ഒരു സ്റ്റേജിലെത്തുമ്പം ഞാൻ കുലം, നമ്മൾ കുലത്തിൽ തന്നെ നമ്മൾ നിന്ന നാട്ടിൽ തന്നെ നിൽക്കാൻ പാടില്ല, കുലം വിടണം, അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും പോറ്റും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കാര്യത്തിൽ എന്നും ആശ്രയിക്കുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ മടിയന്മാരാകും. അപ്പോൾ ഇന്നത്തെ ഇതിന് നല്ല പഠിച്ചു കഴിഞ്ഞാൽ കുലം വിട്ട് അന്യദേശങ്ങളിലോ കാര്യങ്ങളോ ചെയ്യണം. പിന്നെ 5ാമത്തേത് എന്താണ്, സഹദേവത്വം. സഹദേവത്വം എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ട ഐശ്വര്യ ശക്തി. അത് നമുക്ക് പ്രദേശത്തിന്റെ ദേവതയാവാം, ധർമ്മദേവാവാം, അല്ലെ ദേവാലയത്തിലെ അനുഷ്ഠാനമൂർത്തികളാവാം, അല്ലെ സ്വന്തം മാതാപിതാക്കൾ പൈതൃകമായിട്ട് ബന്ധപ്പെട്ട ആത്മശക്തിയാവാം. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സഹദേവത്വമാണ്. അപ്പോൾ ഈ ശക്തികളൊക്കെ സമന്വയിച്ച് നമ്മളൊരു ജീവിതാന്ത യാത്രയിൽ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ ബോർഡിൽ എത്തിക്കഴിഞ്ഞാൽ ദുര്യോധനന്മാരും ദുശാസനന്മാരും ദുശ്ശകളും എല്ലാവരും ഉണ്ടാവും. അവരൊക്കെ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ആത്മശക്തി നമുക്ക് ഇന്ന് ശക്തിയായിട്ട് മുന്നോട്ട് ഉണ്ടാവും. ഈ 5 തത്വകാലിയിൽ ചേർന്ന് 6ാമത്തെ കണ്ടുപിടിപ്പിച്ച ആളാണ് നമുക്ക് ജ്യോതിശാസ്ത്ര വിശാരദം. ജ്യോതിശാസ്ത്രത്തിന് 6 കൽപ്പനേന ഷഡ്ദർശനങ്ങളെ വീക്ഷിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ വലിയൊരു വീക്ഷണമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിഷ്ഠാദി കാര്യങ്ങൾ നടത്തി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നീട് അടുത്തൊരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നത് അധപ്രതിഷ്ഠ ശ്രവനാന്തരം. ഇപ്പം പ്രതിഷ്ഠയൊക്കെ ഭംഗിയായിരിക്കും നമുക്ക് നടക്കും, എല്ലാവരും ഒരു ഇതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു, അതുകൊണ്ട് ആ കർമ്മം തീരുന്നില്ല. പ്രതിഷ്ഠ ശ്രവനാന്തരം എന്ന് പറഞ്ഞാൽ സ്നാനം ചെയ്യുക, അല്ല നല്ലവണ്ണം കുളിപ്പിക്കുക. നമ്മൾ തന്നെ ആ ആട്ടെ അല്ലെങ്കിൽ നമ്മളതിന് ഗംഗേര സ്നാനം ചെയ്യുന്ന ആ ദേവനോടുകൂടി നയിക്കുന്ന ഒരു കർമ്മമാണ് പിന്നെ സ്നാനം, കരശാട്ട് കർമ്മം. സമാജനയിൽ സർവസ് പർവസ് ഉത്സവം. പിന്നീട് അതുണ്ട് സമാജനയിൽ നല്ലവണ്ണം ആചരിക്കപ്പെടുന്നു ഉത്സവം. ഉത്സവം എന്ന് പറഞ്ഞാൽ ദേശത്തിന്റെ ഉത്സാഹം തന്നെയാണ്. ഉത്സർജിക്കുന്നുണ്ടോ അത് ഉത്സവം എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഉച്ചമ്പലത്തൊക്കെ ഉത്സവം വരുമെന്ന് അതുവരെ ദേവൻ ഉള്ളിലുള്ളത്, ആ ദേവൻ നമ്മളെ കൂടെ കൂടിയാടാൻ വരുന്ന ഒരു സന്ദർഭമാണ് ഉത്സവം എന്ന് പറയുന്നത്. അതപ്രസിദ്ധ സർണാഭിനന്ദനം സമാജനയിൽ സർവസ് പർവസ് ഉത്സവം തദോന സംവത്സരം മുക്തവാസരോ വ്യവസ്ഥയ അഖില സമ്പദാപ്തിയെ. ഓരോ ദിനത്തിലും നമ്മൾക്ക് ആ ദേവനൻ അതായത് നമ്മൾ ചെയ്യുന്ന ആചാര്യ തപസ്സും ദേവൻ തന്നെ അത് പൂജകന്റെ ഇത് മാത്രമല്ല, നമ്മളേതായ മനോഭക്തിയും കൂടി അതിൽ സമ്മേളിക്കുമ്പോൾ മാത്രമേ ഈ ദേവചൈതന്യം നമുക്ക് അമൃതുപോലെ ഈ പ്രദേശത്ത് കഴിയുള്ളൂ. അപ്പോൾ അതിനകത്ത് ഗീതാചാര്യം പറയുന്നത് പോലെ പത്രം പുഷ്പം ഫലം തോയം യോ മേഭക്തിയ പ്രയച്ഛതി തദഹം ഭക്തിവൃദ്ധം അസ്മാനി പ്രേതാക്കണം. നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഒരു തുളസി ഇവിടെ വെറും വഴിപാട് ചുറ്റാത്തിന് മാത്രമല്ല, ഒരു പുഷ്പാവട്ടെ, തുളസിയാവട്ടെ, വീട്ടിലുണ്ടാകുന്ന ഒരു ഫലങ്ങളാവട്ടെ, അല്ല നമുക്ക് ഒരു പുതിയ കളർ ഒഴിച്ച് പുതിയ ആദ്യത്തെ വെള്ളം പത്രം പുഷ്പം ഫലം തോയം യോ മേഭക്തിയ പ്രയച്ഛതി തദഹം ഭക്തിവൃദ്ധം അസ്മാനി പ്രേതാത്മന. നമുക്ക് ആ ദേവനെ സമർപ്പിക്കുന്ന എന്തും ആ ഭക്തിയോടുകൂടി ചെയ്താൽ അത് ഈ ദേവൻ നമ്മളിലേക്ക് കേൾക്കും. അത് നമ്മൾക്ക് അനുഗ്രഹവശായിട്ട് ഒന്നും തന്നെ ഉണ്ടാവും. പിന്നീട് 3ാമത്തെ ഒരു ഘട്ടത്തിൽ ക്ഷേത്രത്തിൽ നമ്മളൊരു പ്രഭാഷണത്തിൽ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ആചാര്യത സാമ്യേയ ജപേന നിയമേന ഉത്സവേന
അന്നദാനേന ക്ഷേത്ര ഉദ്ദിഷ്ട പഞ്ചത. ആചാര്യന്റെ തപസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് തപസ്സും അതിന്റെ തന്ത്രമന്ത്രാദികൾ ഇന്ന മന്ത്രം അതിനകത്ത് എത്രയോ അതിനകത്ത് ബിംബ ചൈതന്യത്തിന് പോഷണമായിട്ട് നമ്മള് ബാറ്ററിയിൽ ചാർജ് കൊടുക്കുന്നവർക്ക് ഇറങ്ങിയിരിക്കുവാണ്. അതുകൊണ്ടാണ് ഈ നവീകരണ കലശം വരുന്നത്. അതിനകത്ത് ആദ്യം ഓരോരോ മന്ത്രാദികൾ കൊണ്ട് അതിന്റെ ചൈതന്യ പോഷണം ചെയ്ത് ഇതിനെ നന്നായി ഒന്ന് കുളിപ്പിച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ തപസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അന്നേയ ജപേന നിയമേന ഓരോ നിയമങ്ങളുണ്ട്. നമ്മൾ ഇന്നതൊക്കെ ചെയ്യാം ഒരു പിന്നെ അനുജ്ഞ ദേവനോട് വാങ്ങിയിട്ടുണ്ട്. പ്രതിഷ്ഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങിക്കോളാം, എല്ലാ കാര്യത്തിനും ഭാഗവാക്കായിക്കോളാന്നുള്ള ഒരു ചിന്താ പദ്ധതി എല്ലാ വ്യക്തികളിലും അല്ലെങ്കിൽ ദേശത്തുള്ളവർക്കും എല്ലാം ഉണ്ടാവണം. ഉത്സവേന അന്നദാനേന. ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടായ്മ, മനസ്സിൻ്റെതായിട്ടുള്ള നല്ലതായിട്ടുള്ള കൂട്ടായ്മ. പിന്നീടോ അന്നദാനം എന്ന് പറഞ്ഞാൽ പ്രസാദം കൂട്ടല്ലേ നമ്മൾക്ക് സ്വന്തം ശരീരം. ഇത് 5 കൽപ്പനി എനിക്ക് തോന്നുന്നു. ഈ ശരീരം ഇതം ശരീരം കൗട്ടയ ക്ഷേത്രമിക്ക് വിധീയതേ. ഈ ക്ഷേത്രം ഈ ശരീരത്തിന് ആചാരനാകുന്ന പൈതൃക ബന്ധങ്ങൾ അല്ലെങ്കിൽ അന്നം കൊടുക്കുക, പഞ്ചതയിലേക്ക് എത്തുന്ന 5 തത്വത്തിലേക്ക് എത്തുന്ന സമയത്ത് പഞ്ചത എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. 5 തത്വത്തിലേക്ക് പഞ്ചത്തിൽ ലയിക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മൾ ഭംഗിയായി ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഏതായാലും നമുക്ക് ഇത്രയും മഹത്തായ പുണ്യാത്മത്തിൽ ഭാഗവാക്കായ എല്ലാ ധന്യാത്മക്കളും ഇനിയുള്ള കാലങ്ങളിലും സർവ്വതയും കൂട്ടപ്രാർത്ഥനയും കർത്താകാരിക കർമ്മ പ്രേക്ഷക അനുഭവം. ഇതിന് കാരണകർത്താക്കളായവരും അതിന് കർമ്മത്തിൽ വ്യാപരിച്ചവരും അതുപോലെ തന്നെ പ്രേക്ഷകശ ഒന്ന് നോക്കിക്കണ്ടാൽ മതി. പ്രേക്ഷകശ അനുമോദം അതിന്റെ കാര്യത്തിന് വേണ്ടി ചെയ്തൊക്കെ നന്നായി എന്നുള്ളത് കേട്ടാലും ദേവന് അത് വലിയൊരു അനുഗ്രഹത്തിനുള്ള ഒരു വിധാനമാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണം മുതലായിട്ടുള്ളവർക്കെല്ലാം എല്ലാവിധ ഐശ്വര്യവും ദേശാരിഷ്ടമുക്തിയും സർവേശ്വരനായിട്ടുള്ള സർവ അഭീഷ്ടങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ശ്രീ രാജരാജേശ്വരനും നമ്മൾ ഐശ്വര്യപ്രഭുവായിട്ട് തൃച്ചംബരം ശ്രീ കൃഷ്ണ ഭഗവാനും അതുപോലെ നമുക്ക് എന്നൊന്നും ആരോഗ്യത്തിന് ഇതാനായി നിൽക്കുന്ന കാഞ്ഞിരങ്ങാട്ട് ശ്രീ വൈദ്യനാഥൻ ഈ പ്രദേശത്തുള്ള ശൈവ വൈഷ്ണവ ശാക്തേയകലകളിൽ ബന്ധപ്പെട്ട എല്ലാ ദേവചൈതന്യങ്ങൾക്കും നമുക്ക് അനുഗ്രഹമായി വർദ്ധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിന് നല്ലൊരു ആശംസ ഭഗവാന്റെ പേരിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖം ഭവേത്.